കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. കൂട്ടുകാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ കഥയായാലോ? കഥയുടെ പേര് പിനോക്യോയുടെ കഥ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. തയ്യാറാക്കിയത് AV ഹരിശങ്കർ. വെറുതെ ഇങ്ങനെ മരപ്പാവയെപ്പോലെ നിൽക്കാതെ വല്ല ജോലിയും ചെയ്തുകൂടെ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. മരപ്പാവയ്ക്ക് വെറുതെ അനക്കമറ്റ് നിൽക്കാനേ പറ്റൂ എന്നർത്ഥം. എന്നാൽ കാര്യം അങ്ങനെയല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു മരപ്പാവയുടെ കഥയാണ് ദി അഡ്വഞ്ചേഴ്സ് ഓഫ് പിനോക്യോ. ലോകമെങ്ങുമുള്ള കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങളിലൊന്ന്. ജപ്പാറ്റോ എന്ന മരപ്പണിക്കാരൻ ഒരിക്കൽ ഒരു മരപ്പാവ കൊത്തിയുണ്ടാക്കി. അതിന് പെട്ടെന്ന് ജീവൻ വയ്ക്കുകയും ചെയ്തു. പിനാക്യോ എന്ന് പേരിട്ട ജപ്പാറ്റോ അവനെ വാത്സല്യത്തോടെ വളർത്തി. എന്നാൽ വളർത്തച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കാതെ കുറുമ്പനായി തോന്നിയ പോലെ നടക്കാനായിരുന്നു പിനോക്യോയുടെ ഇഷ്ടം. എന്നിട്ട് ഓരോ ആപത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും. പോരെങ്കിൽ അവൻ്റെ മൂക്കിന് ഒരു കുഴപ്പമുണ്ട്. ഓരോ തവണ നുണ പറയുമ്പോഴും അതിൻ്റെ നീളം കൂടും. ഒരിക്കൽ അവൻ ഒരു പാവകളിയിലെ പാവകൾക്കിടയിൽ പെട്ടു. മറ്റൊരിക്കൽ അവന് ഒരു കഴുതയായി മാറേണ്ടി വന്നു. അങ്ങനെ പലതരം സാഹസങ്ങളും ആപത്തുകളും അവയ്ക്കിടയിലൂടെ കടന്നു പോകുന്നതിനിടയിൽ അവന് നല്ല ഉപദേശം നൽകുന്ന ഒരു ചീവീടിനെയും ചതിയിൽപ്പെടുത്തുന്ന ഒരു കുറുക്കനെയും പൂച്ചയെയും വിലപ്പെട്ട പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബ്ലൂ ഫയറിനെയും പരിചയപ്പെട്ടു. അവസാനം ഹൃദയത്തിൽ കനിവും ധീരതയും ഉണ്ട് എന്ന് സ്വയം തെളിയിക്കുന്നതോടെ പിനാക്യോ മരപ്പാവയുടെ രൂപമെല്ലാം മാറി ഒരു യഥാർത്ഥ മനുഷ്യക്കുട്ടി ആവുകയാണ്. കാർലോ കൊളോഡി എന്ന ഇറ്റാലിയൻ എഴുത്തുകാരനാണ് രസകരമായ ഈ കഥ എഴുതിയത്. അത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. യഥാർത്ഥത്തിലുള്ള പേര് കാർലോ ലൊറെൻസിനി. 1881 കൊച്ചു കഥകളുടെ പരമ്പരയായി ഒരു ബാലമാസികയിലാണ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1883 അത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. 140 ഏറെ വർഷം കഴിഞ്ഞിട്ടും ഒരു പുതുമ നശിക്കാത്ത ഒരു പുസ്തകമാണിത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.